നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്തനങ്ങളിൽ ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറിയെ പറ്റിയിട്ടാണ്. സ്തനങ്ങളിൽ 3 തരത്തിലുള്ള പ്ലാസ്റ്റിക് സർജറികളാണ് സാധാരണയായി ചെയ്യാറ്. റിഡക്ഷൻ മാമോപ്ലാസ്റ്റി, ചിലർക്ക് സ്തനങ്ങളുടെ വലിപ്പം വളരെ വലുതായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് കാണുന്നതിനുള്ള അഭംഗി മാത്രമല്ല, അവരുടെ തോളിലേക്കും വേദന വരാൻ സാധ്യതയുണ്ട്. അവർക്ക് നടക്കാനും ബുദ്ധിമുട്ടായി കാണപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് റിഡക്ഷൻ മാമോപ്ലാസ്റ്റി. സ്തനങ്ങളുടെ വലിപ്പം തീരെ ചെറുതായിരിക്കുന്നവർക്ക് സ്തനങ്ങളുടെ വലിപ്പം കൂട്ടാനായിട്ട് ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ഓഗ്മെന്റേഷൻ മാമോപ്ലാസ്റ്റി. അതിനായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വേറെ ഭാഗത്തു നിന്ന് കൊഴുപ്പെടുത്തിട്ട് സ്തനങ്ങളിലേക്ക് കുത്തിവെക്കുകയോ സിലിക്കോൺ ഇംപ്ലാന്റ്സ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് സ്തനത്തിൻ്റെ വലിപ്പം കൂട്ടുകയോ ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്തനങ്ങളുടെ വലിപ്പം വ്യത്യാസം വരുന്നവർക്ക് മാസ്റ്റോപെക്സി എന്ന് പറയുന്ന സർജറിയാണ് ചെയ്യുന്നത്. ക്യാൻസറിൻ്റെ ഭാഗമായി മാറി നീക്കം ചെയ്യേണ്ടി വരുന്നവർക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ആണ് ചെയ്യുന്നത്. മുതുകിൻ്റെ ഭാഗത്തുള്ള ദശയും അതുപോലെ തന്നെ ഇംപ്ലാന്റ്സും സിലിക്കോൺ ഇംപ്ലാന്റ്സും ഉപയോഗിച്ചാണ് അത് പുനർനിർമ്മാണം നമ്മൾ ചെയ്യുന്നത്. പല ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പുനർനിർമ്മാണം നടക്കുക. ആദ്യമായിട്ട് സിലിക്കോൺ ഇംപ്ലാന്റ്സും ശരീരത്തിൻ്റെ വേറെ ഭാഗത്തു നിന്നും മുതുകിൽ നിന്നോ അടിവയറ്റിൽ നിന്നോ എടുക്കുന്ന ദശയും വെച്ചിട്ട് നമ്മളൊരു ബ്രസ്റ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുന്നു. അതിനുശേഷം ശരീരത്തിൽ താരതമ്യേന നിറം കൂടുതലുള്ള കറുത്ത നിറം കൂടുതലുള്ള സ്ഥലങ്ങളായിട്ടുള്ള തുടയുടെ ഉൾവശത്ത് നിന്നോ മറ്റോ തൊലി എടുത്തിട്ട് ബ്രസ്റ്റിൻ്റെ ഏറ്റവും ഉന്തി നിൽക്കുന്ന ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുകയും ടാറ്റൂയിങ് ചെയ്തിട്ടും പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയേഴ്സ് വഴിയും നിപ്പിൾ പ്രൊജക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് പല ഘട്ടങ്ങളിലായിട്ട് ചെയ്യുന്ന സർജറിയാണ്.